നമസ്കാരം. ഈ പ്രേമത്തിന് കണ്ണും മൂക്കും നാക്കൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞ് ചില തമാശകളൊക്കെ കേട്ടിട്ടുണ്ട്. ആത്മാർത്ഥ പ്രണയമൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ വളരെ കുറവാണ് അങ്ങനെ കണ്ടു കിട്ടാൻ. എനിക്കറിയുന്നൊരു പയ്യൻ ഗൾഫിലാണ്. ഇവന് തമിഴ്നാട്ടുകാരനാണ്. ഇവൻ നല്ല പണിക്കാരനാണ്, എൻജിനീയറാണ്. പണിക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിരാവിലെ എഴുന്നേൽക്കും, സൈറ്റിലൊക്കെ പോകും. സൈറ്റിൽ നമ്മൾ ഏൽപ്പിക്കുന്ന ജോലി അവനാണ് ചെയ്യുന്നതെങ്കിൽ തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. അവനത് കറക്റ്റായിട്ടത് എക്സിക്യൂട്ട് ചെയ്യും. വളരെ എഫിഷ്യൻ്റായിട്ടൊരു പയ്യനാണ്. എല്ലാവർക്കും അവൻ ഇഷ്ടമാണ്. എന്നുവെച്ചാൽ തുച്ഛമായ ശമ്പളത്തിലാണ് ഒരു കമ്പനി നാട്ടിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. വളരെ തുച്ഛമായ ഒരു ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന പയ്യനാണെങ്കിൽ പോലും ആ ശമ്പളം കിട്ടുന്നത് പോരാന്നോ ഒന്നും അങ്ങനത്തെ യാതൊരു പരാതിയില്ല. നന്നായിട്ട് ജോലി ചെയ്യും. എന്ത് പണി ചെയ്താലും പറഞ്ഞു കൊടുത്താലും അവൻ ചെയ്തോളൂ. അവൻ ഒരിക്കലും പോലും ഓക്കെ എൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞെന്നോ അല്ലെ എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്നോ അങ്ങനെയൊന്നും പറയില്ല. ഓക്കെ സാർ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്യും. നല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള പയ്യനായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവൻ പെട്ടെന്ന് നാട്ടിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ്റെ ഒരു സൂപ്പർവൈസർ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അവനെ ഞാൻ വിളിച്ചു ചോദിച്ചു, നീ എന്തിനാ ഇപ്പോൾ നാട്ടിൽ പോകുന്നത് പെട്ടെന്ന് എമർജൻസി ആയിട്ട്? അതായത് അവൻ ജോലി റിസൈൻ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ പയ്യനെ കൊണ്ടുവന്ന കമ്പനിക്ക് ഒരു എഗ്രിമെൻ്റ് ഉണ്ട്, 3 വർഷത്തേക്ക് അല്ല 2 വർഷത്തേക്ക് നാട്ടിൽ പോകാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു കണ്ടീഷനിലാണ് കൊണ്ടുവന്നത്. പക്ഷേ ഇവൻ എമർജൻസി ആയിട്ട് 30 ദിവസം നാട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഈ കോൺട്രാക്റ്റ് പറഞ്ഞേക്കുന്ന പോലെ നിനക്ക് 2 വർഷം കഴിയാതെ പോകാൻ പറ്റത്തില്ല, അല്ല എന്തോ ഇത്രയും സമയം കഴിയാതെ പോകാൻ പറ്റത്തില്ല, അതല്ല നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിനക്ക് റിസൈൻ ചെയ്തിട്ട് പോകാം. അപ്പോൾ അവൻ റിസൈൻ ചെയ്ത് പോകാമെന്ന് പറഞ്ഞ് തീർത്ത് പോകും. ഞാൻ പറഞ്ഞു, മോനെ നീ ഇങ്ങനെ പോകണ്ട, നിനക്ക് കിട്ടുന്ന ശമ്പളമുണ്ട്, നീ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇച്ചിരി നാൾ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് നല്ലൊരു ജോലി അടുത്ത് വേറെ കമ്പനി കിട്ടും. ഇനി എങ്ങും പറ്റിയില്ലെങ്കിൽ ഞാൻ തന്നെ എൻ്റെ കമ്പനിയിൽ ഞാൻ പറയാം, നിനക്ക് ജോലിക്ക് നല്ല ചാൻസ് ഉണ്ട്, നീ പോകരുത്. എന്താ നീ പോകുന്നതെന്ന് ചോദിച്ചു. ഇവൻ പറഞ്ഞു, ഇവനൊരു പെൺകുട്ടിയുമായിട്ട്, ഇവൻ്റെ തന്നെ ബന്ധുവാണ്, ഒരു പെൺകുട്ടിയുമായിട്ട് ഇഷ്ടത്തിലാണ്, അവരുടെ വീട്ടിൽ പോയി സംസാരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, അതിന് വേണ്ടിയിട്ട് നീ പോകേണ്ട ആവശ്യമില്ലല്ലോ, നിൻ്റെ അമ്മയോ അച്ഛനെയോ വല്ല വിട്ടാൽ പോരെ. അല്ല, അവരുടെ വീട്ടുകാർക്ക് ഈ കല്യാണത്തിന് വലിയ താല്പര്യമില്ല. അപ്പം ഈ പയ്യൻ ആ പെൺകുട്ടിയെ ഫോൺ ചെയ്ത് സംസാരിക്കാൻ ശ്രമിച്ചപ്പം ആ പെൺകുട്ടിക്ക് എന്തൊക്കെയോ വേറെ വിവാഹാലോചനയൊക്കെ വരുന്നുണ്ട്. അപ്പം ഇവൻ വിളിച്ച് സംസാരിച്ചപ്പോൾ അവൾ എടുത്തിട്ട് പറഞ്ഞു, നീ എന്ന് നാട്ടിലോട്ട് വാ, എത്രയും പെട്ടെന്ന് നാട്ടിലോട്ട് വാ എന്ന് മാത്രമേ പറഞ്ഞെന്ന് പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞു, മോനെ തമിഴ്നാട്ടിലെ മഹത്തിന് പറയുന്നത് മൂഞ്ചിന്ന, നീ ചെന്ന് അവസാനം മൂഞ്ചി പോകരുത്, വെറുതെ നിൻ്റെ ജീവിതം കോഞ്ഞാട്ടി ആകരുതേന്ന് ഞാൻ പറഞ്ഞു. ഇല്ല സാർ, ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ശരിയാവും, അവിടെ എന്തോ വലിയ ഉത്സവം വരുന്നുണ്ട്, അപ്പോൾ എല്ലാ ബന്ധുക്കളും വരും, അപ്പോൾ അവരുടെ മുന്നിൽ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാം, ഞാൻ അങ്ങ് കെട്ടും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ നീ പോകുന്നത്. ഞങ്ങളെല്ലാം ഇച്ചിരി പൈസയൊക്കെ പിരിച്ച് അവന് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഈ പയ്യൻ പോയി, തിരിച്ചു വന്നില്ല. 1 മാസമായി, 2 മാസമായി, 3 മാസമായി. ആദ്യമൊക്കെ നമ്പറൊക്കെ വാട്സപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വാട്സപ്പ് എല്ലാം ബ്ലോക്ക് ചെയ്തു. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എല്ലാത്തിൽ നിന്നും പുള്ളി അങ്ങ് എക്സിറ്റായി. ചോദിച്ചപ്പോൾ എന്ത്, അവൻ അവിടെ ചെന്നപ്പം ഈ പെണ്ണ് തീർത്ത് പറഞ്ഞു, എനിക്ക് പിന്നെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, എനിക്ക് അച്ഛനും അമ്മയും എതിർത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അവരാലോചിച്ച് തരുന്ന പയ്യനെ കെട്ടാൻ പറ്റത്തുള്ളൂ. ഞാൻ ആ പറഞ്ഞ സംഭവമായി പുള്ളി. ഞാൻ പറഞ്ഞ്, ഈ സ്വന്തം ജോലി കളഞ്ഞിട്ട് പ്രേമത്തിൻ്റെ പുറകെ പോകുന്നവരൊക്കെ ഇതൊരു പാഠമായിരിക്കണം.